കുവൈത്തിൽ ഇന്നൊക്കെ ചൂട് എത്ര അറിയോ? 52. ഇപ്പോൾ രാവിലെ സമയം 6:30 മണിയായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ചൂടിൻ്റെ ശക്തി കൂടി വരികയാണ്. സത്യം പറഞ്ഞാൽ പ്രവാസ ജീവിതം ഞാനൊന്നും അനുഭവിച്ചില്ല. ഞാനൊക്കെ വളരെ കുറവാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു. കാരണം എത്ര ആളുകൾ വർഷങ്ങളോളം പ്രവാസ ജീവിതത്തിൽ ഒന്നുണ്ടാവും. എൻ്റെ ഉപ്പ പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ 16-ാം വയസ്സിൽ ഇപ്പം പുറത്ത് പോയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്നൊന്നും പല രാജ്യങ്ങളിലല്ല, പല സ്ഥലങ്ങളിലും പല രാജ്യത്തൊക്കെ പോയിട്ട് ഇപ്പം നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഉപ്പാൻ്റെ വയസ്സിൽ ഇപ്പോഴും ഉപ്പ അധ്വാനിക്കാം. അത് ചില ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു വയർപ്പ് പതിഞ്ഞുണ്ടാവും. മേത്ത് വെറുതെ വെക്കാൻ കഴിയുന്നില്ല. ചിലവർ തളർന്നുണ്ടാവും. കാരണം വർഷങ്ങളോളം ഇങ്ങനെ നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് ചെറിയ അനുഭവമുള്ളൂ. കാരണം ഞാൻ കുറച്ച് വർഷങ്ങൾ നിന്നിട്ടുള്ളൂ. എന്നാലും ആ കുറച്ച് വർഷം നിന്നപ്പോൾ തന്നെ എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടപ്പോൾ, മറ്റുള്ളവരുമായി സംസാരിച്ചപ്പോഴൊക്കെ ആയപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഗൾഫാരൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് നേരിട്ട് അനുഭവം ഇല്ല കേട്ടോ. അതൊരിക്കലും നമ്മളുണ്ടെന്ന് പറയാൻ പാടില്ല. കാരണം നമ്മൾ ചെറിയ 1-2 വർഷം മാത്രമേ നിന്നിട്ടുള്ളൂ. അതൊന്നും നിങ്ങളെ ഇപ്പം നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വർഷങ്ങളോളം നിന്ന ആളുകളായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് അതിനൊക്കെ സംബന്ധിച്ച് ചെറിയൊരു കാര്യം തന്നെ. പക്ഷെ എന്നാലും ഞാൻ ആലോചിച്ച് നോക്കുക. കാരണം നമ്മൾ ചുരുങ്ങിയൊരു 2 വർഷം ഒരു കമ്പനിയിലോ ഒരു സ്ഥാപനത്തിൽ നിൽക്കുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് ടിക്കറ്റ് ഉണ്ടാവുക നാട്ടിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ലീവ്. 2 മാസം എന്നതിൽ 1.5 മാസം, ചിലവിൽ 45 ദിവസം, ചില 50 ദിവസം ലീവിനൊക്കെ ആയിരിക്കും നമ്മൾ നാട്ടിൽ വരിക. അല്ലേ? എന്തൊരു പ്രയാസമാണ് ഈ പ്രവാസികളുടെ ജീവിതം. അവർ ഈ കുടുംബം പോറ്റാനും കുടുംബത്തിൻ്റെ ആ ഒരു നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ജീവിതം തന്നെ ഒഴിവാക്കിയിട്ട് പ്രവാസ ജീവിതത്തേക്ക് വരിക. ഞാൻ എൻ്റെ അനുഭവം അല്ല കേട്ടോ പറഞ്ഞത്. ഒരിക്കലും എൻ്റെ അനുഭവമല്ല. ഞാൻ ഒരാൾക്കാർ ഇവിടെ ഉണ്ട്, ഞാൻ അറിയാത്ത ഒരുപാട് ഇന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവാസികൾ വർഷങ്ങളോളമായിട്ട് ഈ നാട്ടിലെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികവും ആദ്യം ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അങ്ങനെ ചില ആൾക്കാർ പറയും കേട്ടോ. ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. എൻ്റെ കമ്പനിയിലെ ആൾക്കാരൊക്കെ പറയണേ, ഇതിൻ്റെ ലാസ്റ്റ് വർഷം ഇതോടുകൂടി ഞാൻ നിർത്തുക, മതി, നീ കിട്ടാൻ വരില്ല എന്ന് പറഞ്ഞ ആൾ ലീവ് കഴിഞ്ഞ 2 ദിവസം മുന്നേ തിരിച്ചു കൊണ്ടു. കാരണം അങ്ങനെ ആയിപ്പോയി. ഇവിടുത്തെ ആ കാറ്റും മഴയും വെയിലും ഒക്കെ പ്രവാസികൾക്ക് നമ്മളെ ശരീരത്തിൽ ഒട്ടിപ്പോയി. തിരിച്ച് വീണ്ടും വരിക. അങ്ങനെയുള്ള കുറേ ആൾക്കാർ എൻ്റെ ഒപ്പം പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രവാസികളുടെ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര പ്രയാസം തന്നെ. കുറേ ആളുകൾ അതിനെപ്പറ്റി പറയുമ്പോൾ കണ്ണിൽ വെള്ളം നിറക്കും. കാരണം പല സിറ്റുവേഷനിലായിരിക്കും അവിടുന്ന് വന്നിട്ടുണ്ടാവുക. അപ്പോൾ വല്ലാത്തൊരു ലൈഫ് തന്നെയാണത്. നമ്മൾ ഈ ചെറിയ ശമ്പളങ്ങളൊക്കെ കൂട്ടി വെച്ച് വലിയ ആഗ്രഹങ്ങൾ നേടുമ്പോൾ നാട്ടിലത് പൈസക്ക് അത്ര ഒരു വില ഉണ്ടാവില്ല. അതായത് അവർക്കത് സർവ്വസാധാരണമായിരിക്കും. അതിനുണ്ട്, ഇതിന് പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. എനിക്ക് നേരിട്ട് അനുഭവമില്ല, കേൾക്കാറുണ്ട്. അവിടേക്ക് പോയി പൈസ വേണം, ഈ പൈസ അയച്ചെറിയ നമ്മളങ്ങോട്ട് ഇല്ലാതാക്കുന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ പണ്ട് നമ്മളെ മമ്മൂക്ക ഒരു മൂവിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിവിടെ വേർത്ത് അധ്വാനിച്ച് കിട്ടണ പൈസ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അവരത് സന്തോഷപ്പെടുന്നുണ്ടെങ്കിൽ അതിനും വലിയ സന്തോഷം നമുക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ. എന്നമാതിരി പ്രവാസ ജീവിതം എന്ന് പറഞ്ഞത് അത് അനുഭവിച്ചവർക്ക് അത് തയപ്പൊട്ടിണ്ടാവും. നിൽക്കാൻ കഴിയില്ല, നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. വീണ്ടും വന്നുകൊണ്ട് നിൽക്കും. പല ആഗ്രഹങ്ങളൊക്കെ വെച്ച് നമ്മൾ വരിക. അതിനൊരു ഭാഗ്യമാണ്. ചില വർക്കിനൊക്കെ നമുക്കൊരു ഭാഗ്യമുണ്ട്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് പ്രവാസ ജീവിതം. ഞാനിപ്പോൾ അത് നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു വല്ലാതെ പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ അതൊന്ന് പറയണം തോന്നി. ഒരുപാട് മോഹങ്ങളും ഒരുപാട് ഇതൊക്കെ ആയി നമ്മൾ ഫ്ലൈറ്റ് കടന്നു വരിക. പക്ഷേ നമുക്ക് നല്ല നാളുകൾ വരും, നല്ല പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ. എല്ലാവരും തളർന്നു പോയി എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ ലൈഫ് പോയി, ഇനി തിരിച്ചു വരാൻ അങ്ങനൊന്നും ഇല്ല. തിരിച്ചു വരാൻ പറ്റും. നമുക്ക് പ്രവാസികൾക്ക് എല്ലാം സങ്കടവും പിന്നെ സന്തോഷവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില റൂമുകളിലെ ആളുകളായിരിക്കും, ചിലപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരിക്കും. ഫുട്ബോൾ ഗ്രൗണ്ട് ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കണം എന്തറിയോ,
വെള്ളി എന്നുള്ള ദിവസം കണ്ടാൽ രാവിലെയും ഉച്ചക്ക് നട്ടുച്ചക്ക് ക്രിക്കറ്റ് കളിക്കും. നട്ടുച്ചക്ക് വെയിലത്ത് ക്രിക്കറ്റ് കളിക്കും. അപ്പം കിട്ടുന്ന കുറച്ച് സമയമെങ്കിലും സന്തോഷമായിട്ടിരിക്കുക. ബാക്കിയുള്ള 6 ദിവസവും വെയിലും പണി അതിൽ കിട്ടുന്ന ബാക്കി ഒരു ദിവസം 7ാമത്തെ ദിവസം കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച അതിൽ എല്ലാം മറന്ന് നമ്മളങ്ങോട്ട് സന്തോഷിക്കും. അത്രേ ഉള്ളൂ പ്രവാസ ജീവിതം. ഒരു അനുഭവം തന്നെയാണ്.